സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് വാർത്ത. അല്പസമയത്തിനകം സമരവേദിയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകും. സമരം 1 മാസം പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് സമരത്തിന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. സലീം, യഥാർത്ഥത്തിൽ ആശാ വർക്കേഴ്സിന്റെ കാര്യം ഡോക്ടർ ശശി തരൂരും കെ സി വേണുഗോപാലും അതുപോലെ വി കെ ശ്രീകണ്ഠൻ എം പിയും ഒക്കെ തന്നെ ലോക്സഭയിൽ ഉന്നയിച്ചു. വളരെ സജീവമായി തന്നെ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ തരൂർ വളരെ ഒരുപക്ഷെ ലോക്സഭ ഇംപ്രസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വസ്ഥമായ ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ 1 മാസം പിന്നിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്മമാർ സെക്രട്ടേറിയറ്റ് നടയിലിരിക്കാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷേ സമരം തീർക്കാൻ കഴിയുന്നില്ല. സലീം മാലിക്, എങ്ങനെയാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അവർ നീങ്ങുക? പ്രജിൻ വിജയകുമാർ, കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഈ സമരം ആരംഭിക്കുന്നത്. ഈ സമരം ആരംഭിക്കുമ്പോൾ കാര്യമായ മാധ്യമ ശ്രദ്ധ ഉൾപ്പെടെ ഒന്നും ലഭിച്ചിരുന്നില്ല. ആ സമരം പിന്നീട് സംസ്ഥാനത്തിന്റെ ആകെ ചർച്ചയായി മാറുന്നതും കഴിഞ്ഞ 1 മാസത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനം ഏറ്റവും അധികം കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ചർച്ചയായത്, അതല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ തന്നെ ഏറ്റവും ചർച്ചയായ ഒരു സമരമാണ് ആശാ സമരം. അത് പിന്നീട് ആ നിലയിലേക്ക് മാറുകയും ചെയ്യുന്നത് കണ്ടതാണ്. അതിന്റെ 2ാം ഘട്ടത്തിന്റെ പ്രഖ്യാപനമാണ് അല്പസമയത്തിനകം തന്നെ ഈ ആശാ സമരവേദിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ജില്ലകളിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്നും ഈ സമരസമിതി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ചില കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പല ആവശ്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കാൻ ബാക്കിയാണ്. അതിൽ ഓണറേറിയ വർധനയും വിരമിക്കൽ ആനുകൂല്യവും ഇപ്പോഴും അനുവദിച്ചു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം 1 മാസം പിന്നിടുമ്പോൾ അതിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലേക്ക് സമരക്കാർ പ്ലാൻ ചെയ്യുന്നത്. 4 മണിക്ക് തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കും എന്നുള്ളതാണ് ഈ സമരസമിതി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്. എന്തെങ്കിലും സലീമിനോട് ചോദിക്കാണ്ടോ വിജയകുമാർ? ഇല്ല സലീമെ, ഈ ജില്ലാ തലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കുക എന്നതാണോ അടുത്ത ഘട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ജില്ലകളിൽ അതിനുള്ള ഒരുക്കങ്ങൾ എന്നൊരു വരി കൂടി കണ്ടു. അപ്പോഴത് ജില്ലകളിലേക്ക് കൂടി ഈ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരത്തിന് സമാനമായി സമരമുഖം തുറക്കുക, അതായിരിക്കുമോ? വിജയകുമാർ, അത് തന്നെയാണ് ഇവർ ഈ സമരക്കാർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം മറ്റെല്ലാ ജില്ലകളിലും നിലവിലൊരു സമരം എന്ന നിലയിൽ ഇവർ നടത്തിയിരുന്നു. അത് 1 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ ആയിരുന്നു നടത്തിയിരുന്നത്. അത് ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു സമരം എന്ന നിലയിലായിരുന്നു. അപ്പോഴും ഇവർക്കൊപ്പം ചേരാൻ പല ജില്ലകളിൽ നിന്നും ഉള്ളവർ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്, വീടിന്റെ ഉൾപ്പെടെ പശ്ചാത്തലം നോക്കിക്കൊണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് എല്ലാ ജില്ലകളിലും ഇതിന് സമാനമായ രാപ്പകൽ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് സമര രീതി എന്നുള്ളത് അല്പസമയത്തിനകം മാത്രമേ അവർ വ്യക്തമാക്കുകയുള്ളൂ. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവച്ചത്.